കുടമറച്ചെത്തിയയാൾ തീയിട്ടു മടങ്ങി. ഒന്നല്ല, 3 തവണ. രാജേഷിന്റെയും കുടുംബത്തിന്റെയും ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷയാണ് തീയിട്ട് ചാമ്പലാക്കിയത്. 3 തവണയും പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കടം വാങ്ങിയും ഫിനാൻസ് ഇട്ടും കുടുംബം പുലർത്താൻ വേണ്ടിയാണ് രാജേഷ് ഓട്ടോറിക്ഷ വാങ്ങിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 3 തവണ ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. വീട്ടിലേക്ക് വഴിയില്ലാത്തതിനാൽ സമീപവാസിയുടെ മുറ്റത്താണ് ഓട്ടോറിക്ഷ രാത്രി നിർത്തിയിടുക. ഇവിടെ വെച്ചാണ് 3 തവണയും തീയിട്ടത്. 2ാം തവണ ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചതോടെ കടം വാങ്ങിയും ഭാര്യ ഷീജയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തിയും 3 ലക്ഷം രൂപ മുടക്കി മറ്റൊരു ഓട്ടോറിക്ഷ വാങ്ങി. കഴിഞ്ഞ 17-ന് ഈ ഓട്ടോറിക്ഷയും തീവെച്ച് നശിപ്പിച്ചു. എൻ്റെ വാഹനം 3 തവണയായി കത്തിപ്പോയിട്ടുണ്ട്. ആരോ തീ വെച്ച് മനഃപൂർവ്വം നശിപ്പിച്ചതാണ്. 3 തവണയും രാജക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുത്ത് അവർ അന്വേഷണം നടത്തുന്നതാണ്. അന്വേഷണം നിലവിൽ ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. അവസാനം കഴിഞ്ഞ 17-ാം തീയതി ഡിസംബർ 17-ന് രാത്രി 1:30 എൻ്റെ വാഹനം തീയിട്ട് നശിപ്പിക്കുകയും അത് CCTVയിൽ പതിയുകയും ചെയ്തിട്ടുള്ളതാണ്. ആ CCTV ഫുട്ടേജ് വരെ സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടും ആ തെളിവുകളൊന്നും മതിയായ തെളിവുകളല്ല എന്നും പറഞ്ഞ് അന്വേഷണം എങ്ങും എത്തുന്നില്ലാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടെന്നും തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒക്ടോബറിൽ രാജേഷ് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. SP-ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാജേഷിനെ മൂന്നാർ DYSP ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. എന്നാൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് രാജേഷ് പറയുന്നു. അതിനുശേഷമാണ് 3ാമതും ഓട്ടോറിക്ഷ തീ വെച്ച് നശിപ്പിച്ചത്. കേരള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്കും ഞാൻ പരാതി അയച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അന്വേഷണവും നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ രാജാക്കാട് സ്റ്റേഷനിൽ നിന്ന് അത് നന്നായി അന്വേഷണം നടക്കുന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് അവിടെ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത്ര നാളായിട്ടും പ്രതിയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. സാധാരണക്കാരനാണ് രാജേഷ്. ഉപജീവന മാർഗം ഈ ഓട്ടോറിക്ഷയാണ്. 3 തവണയാണത് തീവെച്ച് നശിപ്പിച്ചത്. 3 തവണയും പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തപ്പോൾ ചെറിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. സാധാരണക്കാരനായതുകൊണ്ടാണോ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിനൊരു കാലതാമസം എന്നത്?